വെൽക്കം ബാക്ക് ടു മല്ലു ഫുട്ബോൾ. അങ്ങനെ ലിവർപൂളിന്റെ ചാമ്പ്യൻസ് ലീഗ് പ്രതീക്ഷകൾ അസ്തമിച്ചിരിക്കുകയാണ്. ആൻഫീൽഡ് വെച്ച് നടന്നിട്ടുള്ള റൗണ്ട് ഓഫ് 16 രണ്ടാമത്തെ ലെഗിൽ PSG ലിവർപൂളിനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വെച്ച് പരാജയപ്പെടുത്തി ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് എലിമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യ ലെഗിൽ 1-0 ലീഡ്, രണ്ടാമത്തെ ലെഗ് കളിക്കുന്നത് ലിവർപൂളിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച്. ഈ രണ്ട് അഡ്വാൻറ്റേജസും മുതലാക്കാൻ ലിവർപൂളിന് കഴിയാതെ പോയി എന്ന് പറയേണ്ടി വരും. നമുക്കറിയാം, ആദ്യത്തെ ലെഗിൽ കുറച്ച് കോഷ്യസ് ആയിട്ടാണ് ലിവർപൂൾ കളിച്ചത്. എന്നാൽ ഇന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള സ്റ്റാർട്ട് ലിവർപൂളിന്റെ സൈഡിൽ നിന്ന് കണ്ടു. ആദ്യത്തെ 10 മിനിറ്റിൽ ഹൈ ഇന്റൻസിറ്റി ഹൈ പ്രസിംഗ് ഫുട്ബോളോടെ 3 കിടിലൻ ചാൻസുകൾ ലിവർപൂളിനെ തേടി എത്തുകയും ചെയ്തു. മോ സലക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഞാൻ വിചാരിച്ചു അത് പോസ്റ്റിലേക്ക് എത്തി. എന്നാൽ ന്യൂനോ മെൻഡിസ് ആണ് PSG ഇവിടെ സേവ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ക്ലോസ് റേഞ്ചിൽ വെച്ച് മറ്റൊരു ഷോട്ട് മോസലയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. സബോസ് ലൈക്ക് ഒരു ഹാഫ് ചാൻസ് കിട്ടി. ഇതൊന്നും കൺവേർട്ട് ചെയ്യാൻ ലിവർപൂളിന് കഴിയാതെ പോയി. അപ്പോൾ മത്സരത്തിലേക്ക് വരുമ്പോൾ ഇപ്പൊ 90 മിനിറ്റ്സ് ഹൈ ഇന്റൻസിറ്റി ഹൈ പ്രസിംഗ് ഫുട്ബോൾ കളിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവർപൂൾ സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നീട് PSG കളിയിലേക്ക് വരുന്നു. സെക്കൻഡ് ഹാഫിൽ ലിവർപൂൾ വീണ്ടും ഹൈ ഇന്റൻസിറ്റിയോടെ കളിക്കുന്നു. എന്നാൽ അവസാനമാകുമ്പോഴത്തേക്കും ലിവർപൂൾ പിന്നിലേക്ക് പോകുന്നതും നമ്മൾ കണ്ടു. അങ്ങനെ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റി PSG തേടി എത്തി. ഇവിടെ മിഡ്ഫീൽഡിൽ നിന്ന് ഡെംബലെയാണ് ഈ ബോൾ റിസീവ് ചെയ്യുന്നത്. റൈറ്റ് വിങ്ങിൽ ബാർക്കോള ഈ ബോളിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പുള്ളി റൈറ്റ് വിങ്ങിലേക്ക് പാസ് ചെയ്യുന്നു. ബാർക്കോള ഒരു ടച്ച് എടുത്തുകൊണ്ട് കട്ട് ബാക്ക് ചെയ്ത് ഈ ബോൾ പോസ്റ്റിലേക്ക് എത്തിക്കുകയാണ്. ഇവിടെ അലിസ്റ്റണും കൊനാട്ടയും ഈ ബോളിനായിട്ട് കോntest ചെയ്യുന്നുണ്ട്. അവിടെ വെച്ചിട്ട് രണ്ടുപേർക്കും ഇത് വേണ്ട രീതിയിൽ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. ബോൾ തിരിച്ച് ഡെംബലയുടെ കാലിലേക്ക് വരുന്നു. അങ്ങനെ 1-0 ഒരു ടാപ്പിൻ ഓപ്പർച്യൂണിറ്റി ഡെംബലെ കൺവേർട്ട് ചെയ്യുകയാണ്. അതിനുശേഷം എനിക്ക് തോന്നുന്നു 3-4 കിഡിലൻ ചാൻസുകൾ PSG ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ബാർക്കോൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു 1-on-1 ഓപ്പർച്യൂണിറ്റി, കവർഷീല് കൊടുത്തിട്ടുള്ള ഒരു ത്രൂ ബോൾ വളരെ കൃത്യമായിട്ട് റിസീവ് ചെയ്യാനും, അങ്ങനെ അലിസണുമായിട്ട് ഒരു 1-on-1 ചാൻസ് ബാർക്കോള ക്രിയേറ്റ് ചെയ്തു. അലിസന്റെ ഒരു ബ്രില്യൻ മൂവ്മെന്റും സേവും ആണ് ലിവർപൂളിനെ കളിയിൽ പിടിച്ചു നിർത്തിയത്. 2 ഗോൾ കീപ്പർമാരും ഒരു നെക്സ്റ്റ് ലെവൽ പെർഫോമൻസ് ഇന്ന് കൊണ്ടുവന്നു എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ 1-2 ഹാഫ് ചാൻസുകൾ ലിവർപൂളിനെ തേടിയെത്തി. സ്റ്റാറ്റൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 19ഓളം ചാൻസുകൾ ലിവർപൂളിന്റെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. 3 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തി. എന്നാൽ 21 ചാൻസുകളുമായിട്ട് PSG ഒരു പടി മുകളിലേക്ക് വന്നു എന്ന് പറയേണ്ടി വരും. 8ഓളം ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞു. ഇവിടെ അലിസൺ ക്ലോസ് റേഞ്ചിൽ വെച്ചിട്ടുള്ള 1-2 സേവുകൾ ഫസ്റ്റ് ഹാഫിൽ നടത്തുകയും ചെയ്തു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ 1-0 ഒരു ലീഡ് PSG ഉണ്ടായിരുന്നു. അഗ്രിഗേറ്റിൽ 1-1 എന്നുള്ള സ്കോറിലൂടെ 2 ടീമുകൾ മുമ്പോട്ട് പോയി. സെക്കൻഡ് ഹാഫ് തുടങ്ങിയതോടെ ലിവർപൂൾ പതുക്കെ വീണ്ടും ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങി. പൊസഷൻ ഒരു പരിധിവരെ ലിവർപൂൾ കൺട്രോൾ ചെയ്തു. 1-2 ചാൻസുകൾ വന്നു. ഇവിടെ ലൂയിസ് ഡിയാസിന്റെ ഒരു ബ്രില്യൻ മൂവും ഒരു ഗോളൊക്കെ ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഓഫ് സൈഡ് ആയത് കാരണം അത് അലോ ചെയ്തില്ല. പിന്നീട് മോ സലക്ക് ഒരു ഹാഫ് ചാൻസ് കിട്ടി. പുറത്തുനിന്ന് ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. ഇത് സേവ് ചെയ്യാൻ ഡൊണറുമൊക്കെ സാധിച്ചു. അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റാർട്ട് സെക്കൻഡ് ഹാഫിന്റെ ആദ്യഘട്ടത്തിൽ ലിവർപൂളിന്റെ സൈഡിൽ നിന്ന് വന്നു. ഇവിടെയും ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് കഴിയാതെ പോയതാണ് ലിവർപൂളിന് വിനയായത്. ഇപ്പൊ സെക്കൻഡ് ഹാഫ് ആയതോടെ ലിവർപൂൾ നല്ല രീതിയിൽ എനർജി ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ സ്ലോട്ടിന്റെ സൈഡിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ വന്നു. ഡാർവിൻ ന്യൂനസ് കളിയിലേക്ക് എത്തി. കേർട്ടിസ് ജോൺസിനെ കൊണ്ടുവന്നു. 2ഓളം ഇഞ്ചുറികൾ ലിവർപൂൾ സൈഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇബ്രാഹിം കൊനാട്ടേക്ക് ഇഞ്ചുറി വന്ന് പുറത്തേക്ക് പോകേണ്ട സിറ്റുവേഷൻ വന്നു. അലക്സാണ്ടർ ആർണോൾഡിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ലിവർപൂളിന്റെ ഡിഫൻസിനെ ഒരു പരിധിവരെ ബാധിച്ചു എന്ന് പറയേണ്ടി വരും. പിന്നീട് 1-2 കിടിലൻ ചാൻസുകൾ ഡെംബലയുടെ സൈഡിൽ നിന്ന് വന്നു. എന്നാൽ അലിസന്റെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സേവുകൾ ലിവർപൂളിനെ കളിയിൽ പിടിച്ചു നിർത്തിയെന്ന് എടുത്തു പറയേണ്ടതുണ്ട്. എക്സ്ട്രാ ടൈമിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷവും ആ ഒരു പഴയ എനർജി കൊണ്ടുവരാൻ ലിവർപൂളിന് കഴിയാതെ പോയി. കളി കൺട്രോൾ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ PSG തന്നെയാണ്. അവരുടെ സൈഡിൽ നിന്നാണ് കൂടുതൽ ചാൻസുകൾ വന്നത്. ആ മിഡ്ഫീൽഡൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാവോ നവാസ്, വിറ്റീഞ്ഞ രണ്ടുപേരും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പൊ മെക്കാലിസ്റ്ററും സബോസ്ലായും നല്ല രീതിയിലൊക്കെ പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവസാന ഘട്ടം ആകുമ്പോഴത്തേക്കും എനർജി ഡിപ്പ് ചെയ്യുന്നത് നല്ല രീതിയിൽ തന്നെ നമ്മൾ കണ്ടു. അങ്ങനെ മാച്ച് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് എത്തുകയും ചെയ്തു. ഈ പെനാൽറ്റിയിലേക്ക് വരുമ്പോൾ
ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഫ്യൂ മൊമെന്റ്സ് ലിവർപൂളിന്റെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി മോസ്റ്റ് ഓഫ് ദം ആർ ടയേർഡ്, ഇഞ്ചുറി കൺസേൺസ് ഉണ്ടായിരുന്നു. അലിസണിലായിരുന്നു എല്ലാവരുടെയും ഒരു പ്രതീക്ഷ. ആൻഫീൽഡ് ക്രൗഡും നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കാൻ തുടങ്ങി. എന്നാൽ ഡൊണറുമ ഈ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഒരു നെക്സ്റ്റ് ലെവൽ പെർഫോമൻസ് പുറത്തെടുത്തു എന്ന് പറയേണ്ടി വരും. രണ്ട് ടീമുകളും പോസിറ്റീവായിട്ട് ആദ്യ പെനാൽറ്റികൾ കൺവേർട്ട് ചെയ്തു. എന്നാൽ ഡാർവിൻ ന്യൂനേസിന്റെ റൈറ്റ് വിങ്ങിലേക്കുള്ള ഷോട്ട് ഡൊണറുമ സേവ് ചെയ്തു. പിന്നീട് വന്നിട്ടുള്ള കേർട്ടിസ് ജോൺസ് ലെഫ്റ്റ് വിങ്ങിലേക്ക് അടിച്ചിട്ടുള്ള ഷോട്ടും ഡൊണറുമയുടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സേവിലൂടെ പിടിച്ചു നിർത്തുകയായിരുന്നു. രണ്ട് പെനാൽറ്റി പോയതോടെ ലിവർപൂളിന്റെ ഗെയിം കയ്യിൽ നിന്ന് വഴുതി പോകുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുകയും ചെയ്തു. എന്നാൽ കിട്ടിയ ഓപ്പർച്യൂണിറ്റികൾ കൺവേർട്ട് ചെയ്തുകൊണ്ട് PSG വിജയത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇവിടെ ന്യൂനസിനെ വേണമെങ്കിൽ നമുക്ക് ബ്ലെയിം ചെയ്യാം. പക്ഷേ പെനാൽറ്റി ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, 50-50 സെനാരിയോ ആണ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഈ രണ്ട് പെനാൽറ്റികളും സേവ് ചെയ്യുന്ന ഡൊണറുമയുടെ ബ്രില്യൻസ് ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത്. എന്തായാലും ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. ഇപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിൽ 1ാം സ്ഥാനത്തെത്തി, നല്ല രീതിയിൽ മുമ്പോട്ട് പോയി. ആദ്യ ലെഗിൽ ഉണ്ടായിരുന്ന ലീഡ് ഇതൊക്കെ കൊണ്ട് പിടിച്ചു നിർത്താൻ ഒരു 120 മിനിറ്റിൽ ഗോൾ സ്കോർ ചെയ്യാനും ലിവർപൂളിന് കഴിയാതെ പോയതാണ് ഇന്നത്തെ തിരിച്ചടിക്കുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ കാണുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.